മഴവിലാസം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരു കൂടെ സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നേക്കുന്ന ഒരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ്. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൻ ആളെ കിടാൻ മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനമായിട്ട് ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾ മറന്നോ, ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിനെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു കമ്പ്യൂട്ടർ ടേബിളിന്റെ, അതായത് ലാപ്ടോപ്പ് ടേബിളിന്റെ ഒരു വീഡിയോ ആണ്. ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ മേടിച്ചതാണ്. അപ്പോൾ ഇത് ഒരുപാട് നേരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക് നല്ല, ഇതിന്റെ ഉള്ളിൽ ഫാനുണ്ട്. നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്യുന്നവർക്ക് ആ ഫാനുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഒരുപാട് ചൂടാകത്തില്ല. നമ്മളൊക്കെ ഒരുപാട് നേരം എഡിറ്റ് ചെയ്യുന്നുണ്ട്, ലാപ്ടോപ്പ് നല്ലൊരു ചൂടാകും. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചൂട് അത്ര ആവത്തില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇത് മേടിച്ചതാണ്. കമ്പനി പറയുന്നത് വെച്ചാൽ 360 ഡിഗ്രിയിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കമ്പനി. അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല, നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. അത് കണക്കിന് അവർ അവിടെ നിന്ന് ഇതേ കണക്ക് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അവർ ഫാനൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് അതുപോലെ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നേരെ പൊട്ടിച്ച് നമ്മൾ ഈ ലാപ്ടോപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ബെഡിൽ യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ സോഫ സെറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും, ടേബിളിൽ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കാർപ്പറ്റ്, അങ്ങനെ അതുപോലെ കമ്പനി അങ്ങനെ എക്സ്ട്രാ ഒരുപാട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് വെച്ച് ഇത് യൂസ് ചെയ്യാമെന്നാണ് കമ്പനിയൊക്കെ ഇത് പറഞ്ഞിരിക്കുന്നത്, പല മോഡലായിട്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ഈ വീഡിയോ കണ്ടാൽ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഒരുപാട് മോഡൽ ഇവരാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഇതിൻ്റെ അകത്ത് അവിടെ പടം കാണിച്ചിട്ടുണ്ട്. മൗസ് വരെ ഇതിൽ ആഡ് ചെയ്യാമെന്നാണ്. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ പൊട്ടിക്കുന്ന മുമ്പ് നമുക്ക് സ്ഥലം കുറവാണ്. നമുക്ക് ലാപ്ടോപ്പ് കുറച്ചടുത്ത് മാറ്റി വയ്ക്കാം. എന്ന് വെച്ചാൽ നമ്മളിതിൽ പിന്നെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ലാപ്ടോപ്പ് മാറ്റി വയ്ക്കാം. ഞാൻ ലാപ്ടോപ്പ് എപ്പോഴും ഇങ്ങനെ ചരിച്ച് വെച്ചാണ്, സ്വല്പം ഒന്ന് ചരിച്ച് വെച്ചാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പം ഈ ഫാനിൻ്റെ കാറ്റ് നല്ലത് പുറത്തു പോകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെച്ചിരുന്ന സാധനമാണിത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് മാറ്റിയാണ്. ഇപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പ് ഇങ്ങാണ്ട് ഫസ്റ്റ് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരൊക്കെ ഒരു പാക്ക് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ പാക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡ് പൊട്ടാതൊക്കെ ഇരിക്കാൻ നമുക്ക് ഇതിൻ്റെ കവർ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴാണ് ഇവിടെ തെർമോക്കോളൊക്കെ വെച്ച് പൊട്ടാതെ, ഇവിടെ തെർമോക്കോളൊക്കെ വെച്ച് ഇവർ പൊട്ടാത്ത രീതിയിൽ തന്നെ പാക്ക് ചെയ്തേക്കണം വീണാലൊന്നും. നമുക്ക് ഇനി ഓരോന്നായിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ ഇവിടെ സ്ക്രൂ ഒക്കെ ചെയ്യാറുണ്ട്. ഇതെനിക്ക് തോന്നുന്നു നമുക്ക് മൗസ് വയ്ക്കുന്ന മോഡലാണ്. മൗസ് വയ്ക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെ മൗസ് വയ്ക്കാനായിരിക്കും. അപ്പോൾ ലാസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അതിനൊക്കെ നമുക്ക് ഈ തെർമോക്കോളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. അതിനൊക്കെ എൻ്റെ കേക്കിലേക്ക് ഒരു പേപ്പറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ മോഡലിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും എല്ലാം ഇത് കാണിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും എത്ര മോഡലായിട്ട് ഈ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. അതിൻ്റെ വീഡിയോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെ മോഡലിൽ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാൻഡ് പതുക്കെ നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്ത് ഈ കവർ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ തെർമോക്കോളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഒരു ക്ലിപ്പും ഒരു സ്ക്രൂവും ഉണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ച് ചെയ്യണം, നമുക്ക് നോക്കണം. അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിള്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫാൻ വലിയൊരു ഫാൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ലാപ്ടോപ്പൊക്കെ ചൂടാവാതെ എപ്പോഴും കാറ്റടിച്ച് അതിൻ്റെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ബുക്ക് എടുത്ത് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇതൊരു ഗിയർ ടൈപ്പാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ 3 വരുന്നത് പൊട്ടിപ്പോവും. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ 3 കാലത്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് കണക്ക് തന്നെ ഇതിൻ്റെ ഇപ്പുറ സൈഡിലൊരു ബട്ടൺ ഉണ്ട്. അപ്പം ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങോട്ട് തിരിക്കാം. അത് കണക്ക് ഇപ്പുറ സൈഡും ഇങ്ങോട്ട് തിരിക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത കാലം നീക്കണമെങ്കിൽ അതിൻ്റെ താഴെ അതേ കണക്ക് വേറൊരു ബട്ടൺ ഉണ്ട്. അത് പിടിച്ചിട്ട് നമുക്ക് അടുത്ത സൈഡിലോട്ട് നീക്കാം. അത് കണക്കിന് ഇപ്പുറത്തത് അതേ പിടിച്ചിട്ട് അതേ കണക്ക് നമുക്ക് നീക്കിയെടുക്കാം. നമ്മൾ ആ ബട്ടണിൽ പിടിക്കാതെ കറക്കാൻ അത് കറങ്ങത്തില്ല, പൊട്ടിപ്പോവും. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അനങ്ങത്തില്ല, ഗിയർ ടൈപ്പ് ആയതുകൊണ്ട്. നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കാണുന്നത് ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് കറക്കിയാൽ മാത്രമേ ഇത് കറങ്ങുള്ളൂ. അതായിപ്പം ഏകദേശം നമ്മൾ ടേബിൾ 3 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാം.
നമ്മുടെ ടേബിൾ ഇപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 ബട്ടണിൽ പിടിച്ചിട്ട് പ്രസ് ചെയ്തപ്പോൾ അത് താന്നു പോയി. നമുക്ക് ഈ 2 ബട്ടണിൽ പിടിച്ചാൽ പതുക്കെ പൊക്കാൻ മേലോട്ട്. ഇപ്പം കറക്റ്റ് അത് ചരിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്രയും പൊക്കം വേണ്ട. ഇനി കുറച്ചുകൂടെ താക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും താക്കാൻ പറ്റും. വീണ്ടും ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് താക്കാം. അതേ കണക്ക് തന്നെ ഇത് പൊക്കം വേണ്ടാത്തത് ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് കുറയ്ക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം, കറക്റ്റ് സെറ്റ് ചെയ്യാം. ഇത് എത്ര പൊക്കത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ബെഡിലൊക്കെ ഇരുന്നിട്ട് കറക്റ്റ് ഈ ബെഡിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഈ ടേബിൾ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബെഡിലൊക്കെ ഇരുന്ന ആ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ നമുക്ക് കാലൊക്കെ ഇതിൻ്റെ അതോടെ നീട്ടിയൊക്കെ വയ്ക്കാം. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ക്ഷീണമൊന്നുമില്ല. കാലൊക്കെ നീട്ടി വെച്ച് ബെഡിൽ ഇരുന്നിട്ട് നമുക്ക് ലാപ്ടോപ്പ് ഇവിടെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഈ USB കേബിൾ നമ്മൾ ലാപ്ടോപ്പിൽ കുത്തി കൊടുക്കുന്ന സമയത്ത് ഈ ഫാനും വർക്കാവുന്നതാണ്. അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ബുക്ക് എടുത്ത് നോക്കാം നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ളത്. ഇതാണ് ഈ സൈഡിൽ നമുക്കൊരു ഹോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെ ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ സൈഡ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ സൈഡ് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് ഫിറ്റ് ചെയ്തേക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് അപ്പോൾ എനിക്കിത് ഇത്രയും പൊക്കം വേണ്ട. അപ്പോൾ എനിക്കിത് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇത് ഇളക്കിയിട്ട് എൻ്റെ അളവിന് മാത്രം റെഡിയാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ പൊക്കിയത് ഇത്രയും. എനിക്ക് ഉള്ള അളവിന് മാത്രം ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഞാൻ ഇത് കറക്റ്റ് പ്രസ് ചെയ്ത് മേലോട്ടാക്കുകയാണ്. എനിക്ക് ഇത്രയും പൊക്കമല്ല, കുറച്ചുകൂടെ പൊക്കം കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇതിന് നോക്കാം. അപ്പോൾ എനിക്ക് ഈ സംഭവം ഇത് ഇത്ര പൊക്കം മതി. എനിക്ക് ഇവിടെ ഇങ്ങനെ വെക്കാനാണ്. എനിക്കിപ്പോൾ ഇത് ഇത്ര പൊക്കത്തിൻ്റെ ആവശ്യം എനിക്കുള്ളൂ. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇത്ര പൊക്കത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് അവർ 360 ഡിഗ്രി പറഞ്ഞ ഇതാണ്. അങ്ങനെ നോക്കാം. കറക്റ്റ് ബാക്കോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അപ്പോൾ നമുക്ക് ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന അതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇവിടെ കറക്റ്റ് ഇവിടെ ഒരു ഹോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ നമുക്ക് ഈ സ്ക്രൂ ഇവിടെ കയറ്റിയിടാം. ഇതിവിടെ കയറ്റിയിട്ട് നമുക്ക് ഇതിൽ വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ടൈറ്റ് ചെയ്ത് നമുക്ക് മൗസൊക്കെ ഇവിടെ വെച്ച് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൗസൊക്കെ ഇവിടെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ലാപ്ടോപ്പ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എൻ്റെ USB ഇവിടെ ഇപ്പോൾ കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടി ചെയ്താൽ കറക്റ്റ് ഫാൻ വർക്കാവുന്നുണ്ട്. ഇപ്പം അടിപൊളിയായിട്ട് നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ കറക്റ്റ് ചരിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ഒരുപാട് ലാപ്ടോപ്പ് ചൂടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൺ ആളാക്കിയിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അതിൽ ഞങ്ങൾ ഇതിൻ്റെ വില എത്രയാണെന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.